സുതാര്യത വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. സുതാര്യത വേണമല്ലോ, ഏതിടപാടിലും സുതാര്യത വേണം. അതാണ് രാഷ്ട്രീയവും ജനാധിപത്യവും ധാർമ്മികവുമായിട്ടുള്ള കാര്യം. അങ്ങനെ തന്നെ വേണം. എനിക്ക് അടിസ്ഥാനമായി 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ ഈ കേസ് നമ്മൾ മറന്നുപോയോ? ഈ കേസിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും ഈ കേസിൽ അന്നത്തെ സർക്കാർ എടുത്ത നിലപാട് എന്താണെന്നും ഓർമ്മിച്ചുകൊണ്ട് വേണം ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തെ കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്, ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. എന്താണ് രാഷ്ട്രീയം? രാഷ്ട്രീയം BJP ഇടതുപക്ഷ വോട്ടുകളിൽ, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈഴവ വോട്ടുകൾ അടക്കം കൊണ്ടുപോകുന്നൊരു സാഹചര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുകയാണെങ്കിൽ നിർണായകമായ പല സീറ്റുകളിലും അവരുടെ വിന്നിംഗ് സാധ്യതയെ അത് ബാധിക്കും എന്നുള്ളത് CPM നേരിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്ത നിലപാട്, ആ നിലപാട് അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിനെ മറികടക്കാൻ വേണ്ടി, അതിനെ പിൻവലിക്കാൻ വേണ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ നിമിഷം വരെയും ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരായിട്ടൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇനി ഞാൻ ആ കേസ് ഒന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാം. ഈ കേസ് യഥാർത്ഥത്തിൽ വന്ന് 2018 7 വർഷം കൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കാനോ അഥവാ ബോധ്യപ്പെടുത്താനോ ശ്രമിക്കുന്നത് ഈ കേസ് കൊടുത്തത് CPM സർക്കാരോ ആണോ എന്ന മട്ടിലാണ്. യഥാർത്ഥത്തിൽ ഈ കേസ് 2018 വരുന്നതിന് മുൻപൊരു ചരിത്രം കൂടിയുണ്ട്. ശബരിമലയിൽ ഈ പെൺകുട്ടികൾക്ക്, യുവതികൾക്ക് പ്രവേശനം വേണം എന്ന് വാദിച്ചൊരു പ്രമുഖനായ നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് ഭയ്യാജി ജോഷി എന്നാണ്. 2016 ഇതേ ഭയ്യാജി ജോഷി, RSSൻ്റെ ജനറൽ സെക്രട്ടറിയായ ഭയ്യാജി ജോഷി പറഞ്ഞത് 1000 കൊല്ലം പഴക്കമുള്ള ഒരാചാരമാണെങ്കിൽ പോലും യുവതികൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഏർപ്പാട് ശരിയല്ല. അതുകൊണ്ട് ശബരിമലയിൽ യുവതീ പ്രവേശനം വേണം എന്ന നിലപാടെടുത്തത് RSSൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയായ ഭയ്യാജി ജോഷിയാണ് 2016. 2006 തന്നെ അത്തരമൊരു നീക്കമുണ്ടായിരുന്നു. അതിനുശേഷം അത് സാക്ഷാൽ നമ്മുടെ രാജഗോപാൽ അടക്കമുള്ളവർ വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശനം വേണം എന്ന നിലപാടെടുത്ത സംഘടനയുടെ പേര് RSS ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട 5 യുവതികൾ സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായിട്ട് പോകുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു യുവതിയുടെ പേര് കൂടി ഞാൻ പറയാം. പ്രേരണകുമാരി എന്നായിരുന്നു. ചൗക്കീദാർ പ്രേരണ എന്നാണ് അവർ സ്വയം ട്വിറ്ററിൽ ബോധ്യപ്പെടുത്തിയിരുന്നത്. അവർ രേഖപ്പെടുത്തിയിരുന്നത് എന്താണ്? BJPയുടെ സുപ്രീം കോടതിയിലെ ലീഗൽ സെല്ലിലെ സെക്രട്ടറി ആണെന്ന് ട്വിറ്ററിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രേരണകുമാരിയാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജിക്ക് പോയ 5 പേരിൽ ഒരാൾ. ഇതേ ചൗക്കീദാർ പ്രേരണകുമാരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, പൂർവാഞ്ചൽ മോർച്ചയുടെ BJPയുടെ സ്പോക്ക് പേഴ്സൺ ആയിരുന്നുവെന്നുമാണ് ട്വിറ്ററിൽ അവകാശപ്പെടുന്നത്. അപ്പോൾ കോടതിയിൽ യുവതീ പ്രവേശനം വേണം എന്ന് പറഞ്ഞ് കേസിന് പോയതാരാ? കേസിന് പോയത് BJPയുടെ സുപ്രീം കോടതിയിലെ ലീഗൽ സെല്ലിലെ സെക്രട്ടറി എന്ന് സ്വയം അവകാശപ്പെടുന്ന പ്രേരണകുമാരി. ഈ ശബരിമലയിലെ യുവതീ പ്രവേശനം വേണം എന്ന നിലപാടെടുത്ത സംഘടനയുടെ പേരെന്താ? അത് RSS. എടുത്ത നേതാവിൻ്റെ പേരെന്താ? ഭയ്യ ജോഷി. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ യുവതീ പ്രവേശനം വേണമെന്ന നിലപാട് അന്ന് CPM എടുത്തിട്ടില്ല. അത്തരമൊരു കേസിന് പോകണമെന്ന നിലപാടും CPM എടുത്തിട്ടില്ല. എന്നാൽ നോക്കൂ, ഇവിടെ കേസ് വന്നതിനു ശേഷം അത് സുപ്രീം കോടതി വിധിയായി കഴിയുമ്പോൾ ആ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് അത് പിന്നീട് കേരളത്തിലെ കോൺഗ്രസിനെ ഒരുപാട് സർക്കാർ നിലപാട് അല്ല, സുപ്രീം വിധി വരുന്ന സമയത്ത് സുപ്രീം എന്താ എടുത്തിരിക്കുന്നത്? ഭരണഘടനാപരമായ ഒരു അവകാശവും ആർക്കും നിഷേധിക്കപ്പെടാൻ പാടില്ല. അങ്ങനെയല്ലേ നിലപാടെടുക്കുന്നത്? നിലപാട് തിരുത്തി ആ നിലപാട് തന്നെയല്ലേ വേണ്ടത്. ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്തുള്ള എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും സാധ്യമാവണം. വിശ്വാസിയായ ഒരു യുവതി ഉണ്ടെങ്കിൽ ആ യുവതിക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ കഴിയണം. വിശ്വാസിയാണെങ്കിൽ, വിത്ത് ഇൻവേർട്ടഡ് കോമ, വിശ്വാസികളല്ലാത്തവരുടെ കാര്യമല്ല. അപ്പോൾ വിശ്വാസികളായ ഒരു യുവതി വരുന്നില്ലെങ്കിൽ വേണ്ട, വിശ്വാസിയായ ഒരു യുവതി വരുന്നുണ്ടെങ്കിൽ വേണം എന്ന നിലപാടായിരുന്നു ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലപാടിൽ നിന്നൊരു ഇഞ്ചും ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഉഡായിപ്പ് തട്ടിപ്പ് പരിപാടിയാണോ? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കാപട്യമാണോ? രാഷ്ട്രീയ നീക്കമാണ്, പക്ഷേ കാപട്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭരണഘടനാപരമായ അവകാശം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വനിതാ മതിലടക്കം സ്ഥാപിച്ചിട്ട് പോലും. കാരണം അത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഞാനൊന്ന് പ്രേക്ഷകരോട് ചോദിക്കുകയാണ്, കേശവൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കേശവൻ പറഞ്ഞൊരു വാചകത്തെ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുമായിരുന്നോ? എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇപ്പോൾ ഒരു ക്ഷേത്രങ്ങൾക്ക് തീയിട്ട് കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും നല്ലത് എന്ന് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മതിലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തീപിടിച്ചാൽ ആ ഒരു നേതാവ് പറഞ്ഞു എന്ന് കരുതുക, കേരളത്തിൽ അയാളെ പച്ചയ്ക്ക് കത്തിക്കില്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ? അത്തരമൊരു സമൂഹമായി നമ്മൾ മാറി.
അത്തരം റിഗ്രസീവായ പുരോഗമന വിരുദ്ധമായ വലതുപക്ഷ വ്യതിയാനമുള്ളൊരു സമൂഹമായി മാറുമ്പോൾ ആ സമൂഹത്തിൽ ഭരണഘടനയുടെ ധാർമ്മികതയോ സ്ത്രീയുടെ പൗരാവകാശമോ ഒന്നുമല്ല ചോദ്യം ചെയ്യപ്പെടുക. താങ്കൾ പറഞ്ഞു വരുന്നത് ക്ഷേത്രങ്ങൾ കത്തിക്കുന്നത് പുരോഗമനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാണ് ഞാൻ താങ്കൾ ഇതാണ് ഇതിലെ പ്രശ്നം. ഇത് ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുക. സി കേശവൻ പറഞ്ഞത് അങ്ങനെയാണോ? സി കേശവൻ എന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിച്ച ആളല്ലേ? അങ്ങനൊരു നിലപാട് ഏതെങ്കിലും ഒരു നേതാവിന് ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റുമോ? എൻ്റെ ചോദ്യമാണ്, ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോൾ അക്കാലമല്ലേ നല്ലതെന്ന് നമ്മൾ പറയുക. അതായത് ചുരുങ്ങിയ പക്ഷം അതിനെ അംഗീകരിക്കുന്നൊരു സമൂഹമുണ്ടായിരുന്നു. ആ സി കേശവൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും പലയിടങ്ങളിലും ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അയാളെ സമൂഹത്തിൽ ചിത്രീകരിക്കുക? അയാൾ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ പൊതുശത്രുവാവില്ലേ? രാജ്യദ്രോഹിയാവില്ലേ? അയാളുടെ പേര് കേസെടുക്കൂലേ? അയാൾ പിടിച്ച് ജയിലിടൂലേ? സി കേശവനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ എന്നിട്ടും അതാണ് സമൂഹത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ആ സമൂഹത്തിൽ അത് ബോധ്യപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് വീടുകൾ തോറും കയറിയിറങ്ങി ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും അതിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന വിഷയങ്ങളിൽ പല നിലപാടുകൾ സ്വീകരിച്ച് ആ വിഷയങ്ങളിൽ ഈ സർക്കാർ തൊടില്ല എന്ന നിലപാടെടുക്കുന്നതും. പിന്നീട് എന്താ സംഭവിച്ചത്? അതിനുശേഷം ഇന്നേ വരെ ആരെയും കയറ്റാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിട്ടില്ലല്ലോ. ഈ ദിവസം വരെയും ഏതെങ്കിലും ഇപ്പോഴും ഈ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുപ്രീം കോടതി വിധി നിലനിൽക്കുകയാണെന്നേ സുജയ. ഇപ്പോഴും ഒരു വിശ്വാസിയായ ഒരു പെൺകുട്ടി ശബരിമലയിൽ യുവതീ പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോഗിൻ ചെയ്താൽ പ്രവേശനം കൊടുക്കാതിരിക്കാൻ കഴിയൂല. പക്ഷേ ഭാഗ്യത്തിന്, ആരുടെ ഭാഗ്യത്തിന്? ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ വളരെ മനോഹരമായ 2 തീർത്ഥാടന കാലവും നമ്മൾ നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഉയരുന്ന ഇനിയുള്ള പ്രശ്നങ്ങളിൽ സുതാര്യത വേണ്ട എന്നുള്ളതാണ്. എവിടെയാണ് സുതാര്യത ഇല്ലാത്തത്? ക്വസ്റ്റ്യൻ നമ്പർ 1. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ആരാ? ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നു. സർക്കാർ അതിൻ്റെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യുന്നു. ഇത് സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന മറുപടിയാണ്. സംഘടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡ്, ക്രൗഡ് മാനേജ്മെന്റ് മാനേജ് ചെയ്യുന്നത് സർക്കാർ. അങ്ങനെയാണല്ലോ. അത്രയും അധികം ആളുകൾ വരുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ, പോലീസിൻ്റെ സംവിധാനങ്ങൾ, ഇതെല്ലാം ഉറപ്പാക്കുന്നത് സംസ്ഥാന സർക്കാർ. ചില ആളുകൾ പറഞ്ഞു, ബാറുകളിലാണോ നിങ്ങൾക്ക് അവർ താമസമൊരുക്കിയിരിക്കുന്നത്? എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കാണ് കത്തയച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ ഈ VIP-കളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അടൂരിലാണെങ്കിലും തിരുവല്ലയിലാണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലുമുള്ള ഹോട്ടലുകളിൽ സംവിധാനം ഒരുക്കണം. 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് മുകളിലേക്ക് ബാറുകളുള്ളത് ഈ പറയുന്ന സംവിധാനത്തിൻ്റെ പ്രശ്നമാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? എത്ര അപഹാസ്യമായൊരു നിലപാടാണ്. അപ്പോൾ ആ വാദം നിൽക്കില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ വിഷയത്തിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില തെറ്റിദ്ധാരണകളുണ്ടല്ലോ. 4-5 കോടി നേരത്തെ ജിമ്മി വിശദീകരിച്ചു. 4-5 കോടിയാണ് ഇതിന് പ്രാഥമികമായി ചെലവ് വരുന്നത് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ 1 രൂപ പോലും സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നെടുക്കില്ലെന്നാണ് ഇന്ന് ഹൈക്കോടതിയിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന മറുപടി. 1 രൂപ പോലും പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി കൊടുക്കില്ല. ദേവസ്വം ബോർഡിൽ നിന്നും കൊടുക്കില്ല. അത് പൂർണ്ണമായിട്ടും സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തും. അങ്ങനെയല്ലേ വേണ്ടത്? നമ്മൾ ഗുരുവായൂരിൽ ഒരു വലിയ ആശുപത്രി വരുന്നു എന്ന് പറയുമ്പോൾ, ഗോശാല പണിയാൻ വേണ്ടിയിട്ട് സ്പോൺസർ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അവർ വരുന്ന സമയത്ത് ആ സ്പോൺസറിന് താല്പര്യമുണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാം. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിലും സ്പോൺസർ വരുന്നു എന്നുള്ളതാണ്, അത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വിവേചനത്തോടു കൂടി നിങ്ങൾ പല ആളുകൾക്ക് ഗ്രീൻ കാർഡും ഗോൾഡൻ കാർഡും പ്ലാറ്റിനം കാർഡും, അങ്ങനൊരു പരിപാടിയില്ല ഇവിടെ. അങ്ങനെ എന്തൊരു തെറ്റിദ്ധാരണാജനകമായ കാര്യമാണ്. ആഗോള ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് നടത്തിയതുപോലെ ഈ പലതരം കാർഡുകൾ കൊടുത്ത് നിങ്ങൾ VIP എന്ന നിലയിലൊന്നും കൊടുക്കുന്ന പൈസയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ പോകുന്നില്ല. 3000-ഓളം ആളുകൾ പങ്കെടുക്കുന്നു. അവരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അവരെ തിരഞ്ഞെടുക്കുന്നത് നമ്മളുടെ വെർച്വൽ ക്യൂ സിസ്റ്റം ഉണ്ടല്ലോ. ആ വെർച്വൽ ക്യൂ സിസ്റ്റത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് വന്ന ഭക്തരുണ്ട്. അവരുടെ മുഴുവൻ ഡാറ്റാബേസും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തവണ വരുന്ന ആളുകൾക്ക് ലോഗിൻ ചെയ്യാം. അവരുടെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ലോഗിൻ ചെയ്യാം. ബാക്കിയുള്ളവരെ ക്ഷണിക്കുന്നത് പ്രധാനപ്പെട്ട ആളുകളുണ്ടല്ലോ, ഈ പറയുന്ന 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ ക്ഷണിക്കുക. അവർക്ക് ലോഗിൻ ചെയ്ത് ആ 3000-ഓളം ആളുകൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. അവർക്ക് അവരുടെ സ്വന്തം ചെലവിൽ വരാം, ഇവിടെ താമസിക്കാം. അതായത് പമ്പയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന് മിനിമം സൗകര്യങ്ങൾ അവിടെ ഉപയോഗിക്കാം. ഒരു ദിവസത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാം. പരിപാടി എന്ന് പറയുന്നത് എന്താ? ശബരിമല മാസ്റ്റർ പ്ലാനാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ശബരിമലയിലെ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആഗോള പിൽഗ്രിം സെൻ്ററായിട്ട് ശബരിമല മാറുന്നത്. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ റിലീജിയസ് സിൻക്രൈറ്റിസം എന്ന് പറയുന്ന സർവ്വമത വിഭാഗ
വിഭാഗങ്ങളുടെയും ആരാധനാലയം എന്ന മട്ടിലേക്ക്, അഥവാ അവർക്ക് കൂടി ആക്സസ് ഉള്ള ആരാധനാലയം എന്ന നിലയിൽ അത് മാറുന്നു എന്ന് പറയുന്ന ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ? ഒരു വേൾഡ് പിൽഗ്രിം സെന്റർ ആയിട്ട് നമ്മുടെ നാട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടി അത് ചർച്ച ചെയ്ത് പിരിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതുകൊണ്ട് നാളെ രാവിലെ ശബരിമല വികസിക്കുന്നൊന്നുമല്ല. അതിന് കൃത്യമായ പദ്ധതി സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ശരിയാണ്, 15 വർഷം മുമ്പ് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പദ്ധതിയെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് വിശദമായി പഠിച്ച് ഒരു പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ 1333.62 കോടി രൂപയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചിട്ടുണ്ട്. തത്വത്തിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് 778 കോടി രൂപ വിനിയോഗിക്കുക. അതിൽ ഒന്നാം ഘട്ടം 600 കോടി 47 ലക്ഷം രൂപയാണ്. രണ്ടാം ഘട്ടം 2033 പണി അവസാനിക്കണം, 100 കോടി 2 ലക്ഷം രൂപയാണ്. 2039 പണി അവസാനിക്കേണ്ട മൂന്നാമത്തെ ഘട്ടം 77 കോടി 68 ലക്ഷം രൂപയാണ്. വ്യക്തമായി ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇനി ഇത് ഓരോന്നും ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഭക്തരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം സ്വീകരിച്ച് അത് സ്വാംശീകരിച്ച് ക്രോഡീകരിച്ച് മെച്ചപ്പെട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് ആർക്കാ തടസ്സം? ഈ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ നടന്നു പോകുമ്പോൾ ആർക്കാ ബുദ്ധിമുട്ട്? കഴിഞ്ഞ 2 തവണയും ശബരിമല ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ തീർത്ഥാടന കാലം ക്രമീകരിക്കുമ്പോൾ അത് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നതെന്നേ? അതാണ് എനിക്ക് ചോദ്യം. കാര്യങ്ങൾ നന്നായി നടന്നു പോകുമ്പോൾ സുവർണാവസരങ്ങൾ നഷ്ടപ്പെടുമെന്നതാണോ ഭയം? അതിന് നമ്മളുടെ കയ്യിൽ മരുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ഉത്തരം ഇതാണ്: ഈ സുതാര്യത വേണം. നിലവിൽ സുതാര്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 9-ാം തീയതി ഹൈക്കോടതി ഇത് വീണ്ടും പരിഗണിക്കുന്ന സമയത്ത് അത് മനസ്സിലാവുമെന്നാണ്. പിന്നെ കർമ്മസമിതിയുടെ പേരിലുള്ള നടക്കട്ടെ, അങ്ങനെ വിശ്വാസ സംഗമങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ. അത് ഗുണം ചെയ്യുമെങ്കിൽ, ക്ഷേത്രത്തിനും പിൽഗ്രിം സെൻറ്ററിനും ഒക്കെ ഗുണം ചെയ്യുമെങ്കിൽ അത് നടക്കണം. അതുകൊണ്ട് നമ്മൾ ആരെയും തള്ളി പറയാനില്ല. പിന്നെ യഥാർത്ഥ ഭക്തൻ ആര് എന്ന് നിങ്ങൾ ചോദിക്കരുത് എന്ന് മാത്രം. കാരണം വെർച്വൽ ക്യൂ വഴി അവിടെ ശബരിമല സന്ദർശനം നടത്തിയിരിക്കുന്നവരാണ് ഈ പരിപാടിയിൽ എത്തുന്നത്. അവർ ഭക്തരല്ലെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. Meet the editors.